ഹലോ എവരി വൺ. 10th ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഒക്കെ വന്നു അല്ലേ? എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കണ്ടു കാണുമല്ലോ. അപ്പൊ എല്ലാവർക്കും ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കിട്ടിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഇന്ന് 10th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് എടുത്തു തുടങ്ങിയാലോ? ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ജീവന്റെ ജനിതകം എന്നാണ് അല്ലേ? അപ്പൊ ഈ ജെനറ്റിക്സ് എന്നൊന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ 8ലോ 9ലോ ഒന്നും ഇതിനെ കുറിച്ചൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല. ജെനറ്റിക്സ് എന്ന് പറയുന്ന ബയോളജിയുടെ ഒരു ബ്രാഞ്ചാണ്, ജനിതക ശാസ്ത്രം അല്ലെങ്കിൽ ജെനറ്റിക്സ്. അപ്പൊ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ജനിതകം, അതായത് നമ്മുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവന്റെ ജനിതക ശാസ്ത്രത്തെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ബയോളജിയുടെ അല്ലെങ്കിൽ സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ്. അപ്പൊ ഈ ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവ സവിശേഷതകൾ, അതായത് നമുക്കറിയാം നമ്മുടെ സ്വഭാവ സവിശേഷതകളെല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പേരൻസിൽ നിന്നുമാണ് അല്ലേ? അതായത് മാതാപിതാക്കളുടെ സ്വഭാവ സവിശേഷതകളായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെയുള്ള സ്വഭാവങ്ങളായിരിക്കണമെന്നില്ല. ചില സ്വഭാവ സവിശേഷതകൾ എങ്ങനെയായിരിക്കും മാതാപിതാക്കളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് നമ്മുടെ പേരൻസിന്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ സെയിം ക്യാരക്ടേഴ്സും കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചില ഡിഫറെന്റ് ക്യാരക്ടേഴ്സും വന്നിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് സെയിം ക്യാരക്ടേഴ്സ് വന്നിരിക്കുന്നതും അതോടൊപ്പം തന്നെ എന്തുകൊണ്ടാണ് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടിയിരിക്കുന്നതും എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഏത് പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്? ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ജനിതകം എന്ന് പറയുന്ന പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഈ ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത് സയൻസിന്റെ ഒരു ബ്രാഞ്ചാണ്, ശാസ്ത്രശാഖയാണ്. അപ്പൊ ഈ ജെനറ്റിക്സിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് പറയുന്നത് എന്തിനെ കുറിച്ചാണ്? നമുക്ക് നമ്മുടെ പേരൻസിൽ നിന്നും സെയിം ക്യാരക്ടേഴ്സ്, അതായത് പേരൻസിന്റെ അതേപോലെയുള്ള സ്വഭാവങ്ങൾ എങ്ങനെയാണ് കിട്ടിയത്, അതുപോലെ തന്നെ പേരൻസിൽ നിന്ന് എങ്ങനെയാണ് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് നമ്മളിലേക്ക് എത്തിയത് ഇല്ലേ? അപ്പൊ പേരൻസിന്റെ സെയിം ക്യാരക്ടേഴ്സും കിട്ടിയിട്ടുണ്ട്, പേരൻസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സെയിം ക്യാരക്ടേഴ്സും ഡിഫറെന്റ് ക്യാരക്ടേഴ്സും വന്നതിലുള്ള കാരണങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മളുടെ ഫസ്റ്റ് ചാപ്റ്ററിന്റെ പേരെന്താണ്? ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ ജീവന്റെ ജനിതകം. അപ്പൊ ഈ ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? സയൻസിന്റെ അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ഒരു ശാഖയാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ബയോളജിയിൽ തന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട് ഇല്ലേ? അതുപോലെ തന്നെയുള്ള ഒരു ബ്രാഞ്ചാണ് ഏതെന്ന് പറയുന്നത് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം. അപ്പോഴേ ഈ നമുക്ക് പേരൻസിൽ നിന്നും സെയിം ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സും എന്തുകൊണ്ടാണ് വന്നത് എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഏതെന്ന് പറയുന്നത് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം. ഇപ്പൊ പേരൻസിൽ നിന്ന് സെയിം ക്യാരക്ടേഴ്സ് ഓഫ് സ്പ്രിങ്സ് അല്ലെങ്കിൽ സന്താനങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയും. അതായത് പാരമ്പര്യമായിട്ട് നമുക്ക് സ്വഭാവ സവിശേഷതകളൊക്കെ കിട്ടുന്നുണ്ട് അല്ലേ? അതായത് പാരമ്പര്യ സ്വത്ത് കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് മാതാപിതാക്കളിൽ നിന്നും അവരുടെ ഗുണഗണങ്ങൾ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പേരൻസിൽ നിന്ന് സെയിം ക്യാരക്ടേഴ്സ് ഓഫ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾ, കുഞ്ഞുങ്ങൾ എന്നാണ്. അപ്പൊ ഓഫ് സ്പ്രിങ്സിലേക്ക് അല്ലെങ്കിൽ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്ന പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത് ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം. The characters which are transmitted from parents to offsprings, അതായത് പേരൻസിൽ നിന്നും അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നും അതേപോലെയുള്ള അവരുടെ അതേ സ്വഭാവ സവിശേഷതകൾ എവിടേക്ക് കിട്ടുന്നു, നമ്മളുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഹൈറ്റ് ഉണ്ട്, നമുക്കും എന്ത് വന്നു അല്ലെങ്കിൽ കുട്ടിക്കും ഹൈറ്റ് വന്നു. അപ്പൊ അതെന്ന് പറയുന്നത് പേരൻസിൽ നിന്ന് സെയിം ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ എവിടേക്ക് വന്നതാണ്? കുഞ്ഞുങ്ങളിലേക്ക് വന്നതാണ്. അപ്പൊ അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഹെറിഡിറ്റി. ഇനിയിപ്പോ എല്ലായ്പ്പോഴും പേരൻസിൽ നിന്നുള്ള സെയിം ക്യാരക്ടേഴ്സ് ഒന്നും ആയിരിക്കില്ല കുഞ്ഞുങ്ങളിലേക്ക് എത്തുന്നത്. ചിലപ്പം പേരൻസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങളിൽ കാണാം. അങ്ങനെ പേരൻസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങളിൽ കാണുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ എന്ന് വിളിക്കും. അതായത് നമ്മൾ പേരൻസിന്റെ സെയിം ക്യാരക്ടേഴ്സും കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഡിഫറെന്റ് ക്യാരക്ടേഴ്സും കാണിക്കുന്നുണ്ട്. അപ്പൊ പേരൻസിൽ നിന്ന് സെയിം ക്യാരക്ടേഴ്സ് ഓഫ് സ്പ്രിങ്സ് അല്ലെങ്കിൽ സന്താനങ്ങളിലേക്ക് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേര് ഹെറിഡിറ്റി. ഇനി പേരൻസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഓഫ് സ്പ്രിങ്സ് അല്ലെങ്കിൽ സന്താനങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് വേരിയേഷൻ അല്ലെങ്കിൽ വ്യതിയാനം. അപ്പൊ ഈ ഹെറിഡിറ്റി ആൻഡ് വേരിയേഷനെ കുറിച്ച് പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം. നമ്മൾ പറഞ്ഞു ഇവിടെ എന്ന് പറയുന്നത് പേരൻസിൽ നിന്ന് സെയിം ക്യാരക്ടേഴ്സ് വരാം അല്ലെങ്കിൽ ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് വരാം. അപ്പൊ ഇങ്ങനെ പേരൻസിൽ നിന്ന് ക്യാരക്ടേഴ്സ് കുഞ്ഞുങ്ങളിലേക്ക് വരണമെങ്കിൽ അതിനൊരു കാരണം ഉണ്ടാവും ഇല്ലേ? പേരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്സിലേക്ക് അല്ലെങ്കിൽ സന്താനങ്ങളിലേക്ക് ക്യാരക്ടേഴ്സ് കൊണ്ടുവരുന്ന ഫാക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ജീൻസ് അല്ലെങ്കിൽ ജീനുകൾ എന്ന് പറയും. ഈ ജീൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ സെല്ലിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. സെല്ലിനകത്ത് ന്യൂക്ലിയസ്, ഈ ന്യൂക്ലിയസിനകത്തിൽ ന്യൂക്ലിയോപ്ലാസം ഉണ്ട്. ന്യൂക്ലിയോപ്ലാസം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ന്യൂക്ലിയോലസ് അല്ലെങ്കിൽ മർമ്മകം ഉണ്ട്. അതുപോലെ തന്നെ
ക്രൊമാറ്റിൻ റെട്ടിക്കുലം, ക്രൊമാറ്റിൻ ജാലിക ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ ക്രൊമാറ്റിൻ റെട്ടിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലികയിൽ എന്ത് കാണപ്പെടുന്നു? ജീൻസ് അല്ലെങ്കിൽ ജീനുകൾ കാണപ്പെടുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ജീൻസ് അല്ലെങ്കിൽ ജീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദ ഫാക്ടേഴ്സ് വിച്ച് കൺട്രോൾ അവർ ക്യാരക്ടേഴ്സ്, അതായത് നമ്മുടെ സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് ജീൻസ്. അല്ലെങ്കിൽ ജീൻസ് ആർ ദ യൂണിറ്റ്സ് ഓഫ് ഹെറിഡിറ്റി, പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് ജീൻസ് അല്ലെങ്കിൽ ജീനുകൾ. അപ്പൊ ഇങ്ങനെ പേരൻസിൽ നിന്ന് സെയിം ക്യാരക്ടേഴ്സ്, ട്രാൻസ്മിഷൻ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഫ്രം പേരൻസ് ടു ഓഫ്സ്പ്രിങ്സ്, അതായത് മാതാപിതാക്കളിൽ നിന്ന് സന്താനങ്ങളിലേക്ക് സ്വഭാവ സവിശേഷതകൾ വ്യാപരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം. ഇനി സം ക്യാരക്ടറിസ്റ്റിക്സ് ആർ present in offsprings that are differ from their parents, അതായത് ഓഫ്സ്പ്രിങ്സിൽ അല്ലെങ്കിൽ സന്താനങ്ങളിൽ ചില ക്യാരക്ടേഴ്സ് കാണും. ആ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആരിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും? പേരൻസിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് വേരിയേഷൻ, അതായത് പേരൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങൾ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് വേരിയേഷൻ. അപ്പൊ ഇങ്ങനെ പേരൻസിൽ നിന്നും ഓഫ്സ്പ്രിങ്ങിലേക്ക് ക്യാരക്ടേഴ്സിനെ അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങളെ കൊണ്ടുപോകുന്ന ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് ജീൻസ്. ജീൻസ് എന്ന് പറയുന്നത് ഏതിന്റെ ബേസിക് യൂണിറ്റ് ആണ്? ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളാണ്. അപ്പം ഇവിടെ ഹെറിഡിറ്റി ഉണ്ട്, വേരിയേഷൻ ഉണ്ട്, അതിന് കാരണക്കാരായ ജീൻസും ഉണ്ട് ഇല്ലേ. ഇവരെ മൂന്ന് പേരെയും കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ച് ആണ് ഏതെന്ന് പറയുന്നത് ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം. അപ്പൊ വാട്ട് ഈസ് ജെനറ്റിക്സ്? ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജെനറ്റിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. എന്തിന്റെ ശാഖയാണ്? സയൻസ് അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ ശാഖയാണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി, വേരിയേഷൻ ആൻഡ് ജീൻസ്. എന്തിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ബ്രാഞ്ചാണ്? ഹെറിഡിറ്റി അല്ലെങ്കിൽ പാരമ്പര്യം, വേരിയേഷൻസ് അല്ലെങ്കിൽ വ്യതിയാനങ്ങൾ, അതുപോലെ തന്നെ ജീൻസ്, ജീനുകൾ തുടങ്ങിയവയെ കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ജെനറ്റിക്സ്. അപ്പൊ എന്തായിരുന്നു ഹെറിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പേരൻസിൽ നിന്ന് സെയിം ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്സ്പ്രിങ്സ് അല്ലെങ്കിൽ സന്താനങ്ങളിലേക്ക് എത്തുക. എന്താണ് വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പേരൻസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്സ്പ്രിങ്ങിലേക്ക് എത്തുക. ഇപ്പം അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഹൈറ്റ് ഉണ്ട്, കുട്ടിക്ക് ഹൈറ്റ് ഇല്ല. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? പേരൻസിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആരിലേക്ക് എത്തിയത്? ഓഫ്സ്പ്രിങ് അല്ലെങ്കിൽ സന്താനങ്ങളിലേക്ക് എത്തിയത്. അതായത് സന്താനങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ ഗുണം കാണുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് വേരിയേഷൻ. അപ്പൊ ഇങ്ങനെ പേരൻസിൽ നിന്ന് സെയിം ക്യാരക്ടേഴ്സ് ഒക്കെ ഓഫ്സ്പ്രിങ്ങിലേക്ക് കൊണ്ടുവരുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങളെ വിളിക്കുന്ന പേരാണ് ഇത് ജീൻസ്. അല്ലെങ്കിൽ ജീൻസിനെ എന്ത് വിളിക്കും? യൂണിറ്റ്സ് ഓഫ് ഹെറിഡിറ്റി, പാരമ്പര്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് വിളിക്കും. അപ്പൊ ഇതിനെ മൂന്നിനെയും കുറിച്ച്, അതായത് ഹെറിഡിറ്റി, വേരിയേഷൻ, ജീൻസ്, ഇതിനെ മൂന്നിനെയും കുറിച്ച് പഠിക്കുന്ന സയൻസിന്റെ ബ്രാഞ്ച് ശാഖയാണ് എന്ന് പറയുന്നത് ജെനറ്റിക്സ്. അപ്പൊ ഈ ജെനറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം അല്ലേ. അതായത് ബയോളജി എന്ന് പറയുന്ന ബ്രാഞ്ച് വരാൻ കാരണക്കാരൻ ആരായിരുന്നു? അരിസ്റ്റോട്ടിൽ ആയിരുന്നു അല്ലേ. അതുകൊണ്ട് നമ്മള് ബയോളജിയുടെ ഫാദർ ആയിട്ട് ആരെ കണക്കാക്കുന്നു? അരിസ്റ്റോട്ടിലിനെ കണക്കാക്കുന്നു. അപ്പൊ എന്ന് പറയുന്ന പോലെ ജെനറ്റിക്സ് അല്ലെങ്കിൽ ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ഒരു ശാഖ വരണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സഹായിക്കണം. അപ്പൊ അതിനെ സഹായിച്ച ആളാണ് ആര്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ. അപ്പം ജെനറ്റിക്സിന്റെ ഫാദർ ആയിട്ട് കണക്കാക്കുക അല്ലെങ്കിൽ ഫാദർ ഓഫ് ജെനറ്റിക്സ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഗ്രിഗർ ജോഹാൻ മെൻഡൽ. ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് അല്ലെങ്കിൽ ഫാദർ ഓഫ് ജെനറ്റിക്സ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ. അപ്പം ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ ഈ നമ്മുടെ പാഠഭാഗത്ത് ആദ്യം കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊന്നുമല്ല ഈ ജെനറ്റിക്സും ഹെറിഡിറ്റിയും ഒന്നും. അത് ഒരു പാഠഭാഗത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ ഞാൻ ഈ പാഠം പറഞ്ഞപ്പോ നമ്മള് പാഠത്തിന്റെ ഹെഡിങ് എന്ന് പറയുന്നത്, ചാപ്റ്ററിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് ജെനറ്റിക്സ് ആണ് അല്ലേ. അപ്പൊ ജെനറ്റിക്സ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പാഠത്തിന്റെ മധ്യഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. അപ്പൊ ജെനറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിന്റെ ബ്രാഞ്ച് ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി, വേരിയേഷൻ ആൻഡ് ജീൻസ്. ഇനി ഫാദർ ഓഫ് ജെനറ്റിക്സ്, ജെനറ്റിക്സിന്റെ ഫാദർ അല്ലെങ്കിൽ ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ഗ്രിഗർ ജോഹാൻ മെൻഡൽ ആണ് അല്ലെ. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും. ഈ ജീൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വഭാവ സവിശേഷതകൾ കൊണ്ടുവരുന്ന ഘടകങ്ങൾ, ഫാക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ജീൻസ്. അപ്പൊ ഈ ജീനിന്റെ ലൊക്കേഷൻ, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ജീൻസ് എന്ന് പറയുന്നത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു? നമ്മളുടെ സെല്ലിനകത്തിലെ ന്യൂക്ലിയസിനകത്തിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു? ജീൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇനി അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ ഇനി പോകെ പോകെ പഠിക്കും. ജീനുകളാണ് നമ്മുടെ സ്വഭാവ സവിശേഷതകൾക്ക് കാരണക്കാരില്ലേ. അപ്പൊ ഈ ജീനില് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താം. അപ്പൊ ഇങ്ങനെ ജീനില് ഡിസൈറബിൾ ചേഞ്ചസ് വരുത്തുക അല്ലെങ്കിൽ അഭിലഷണീയമായിട്ടുള്ള ആവശ്യത്തിനുള്ള നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് ജീൻ എഡിറ്റിംഗ്. എന്താണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ജീനിന് മാറ്റം ഉണ്ടാക്കുന്ന പ്രോസസ്, പ്രക്രിയയാണ് ഏതെന്ന് പറയുന്നത് ജീൻ എഡിറ്റിംഗ്. ഓക്കെ. എമ്മാനുവൽ കാർപ്പ
കാർപെന്റിയർ, ജെന്നിഫർ എ ഡൗട്ന എന്നിവർ ജീൻ എഡിറ്റിംഗിനുള്ള ഒരു ടെക്നോളജി കണ്ടുപിടിച്ചു. അതിനെ വിളിക്കുന്ന പേരാണ് CRISPR-Cas9. ഈ CRISPR-Cas9 എന്ന് പറയുന്ന ടെക്നോളജി കണ്ടുപിടിച്ചതിന്, അത് ജീൻ എഡിറ്റിംഗിലുള്ള ഒരു ടെക്നോളജിയാണ്. എന്താണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീൻസിൽ ഡിസൈറബിൾ ചേഞ്ചസ് വരുത്തുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ജീൻ എഡിറ്റിംഗ്. അപ്പൊ ഈ ജീൻ എഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഏതെന്ന് പറയുന്നത് CRISPR-Cas9. ഈ CRISPR-Cas9 എന്ന് പറയുന്ന ടെക്നോളജി കണ്ടുപിടിച്ചതിന് എമ്മാനുവൽ കാർപെന്റിയർ ആൻഡ് ജെന്നിഫർ എ ഡൗട്ന തുടങ്ങിയവർക്ക് കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടി. അത് ഏത് ഇയറിലാണ്? 2020 ഈ അടുത്ത സമയത്താണ് അല്ലെ. അപ്പൊ ഈ 2020 ജീൻ എഡിറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ടെക്നോളജി? CRISPR-Cas9 എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യ കണ്ടെത്തി. അത് ആരൊക്കെയാണ് കണ്ടെത്തിയത്? എമ്മാനുവൽ കാർപെന്റിയർ ആൻഡ് ജെന്നിഫർ എ ഡൗട്ന. അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും 2020 കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് ലഭിച്ചു. ഈ അടുത്ത സമയത്ത് നിങ്ങളൊരു ന്യൂസ് കേട്ട് കാണുമായിരിക്കും. ജീൻ എഡിറ്റിംഗിലൂടെ ഡയർ വൂൾഫ് എന്ന് പറയുന്ന ഒരു ചെന്നായയെ എന്ത് ചെയ്തു? വീണ്ടും സൃഷ്ടിച്ചെടുത്തു എന്ന് നിങ്ങൾ കേട്ടിരുന്നോ? കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതായത് ഡയർ വൂൾഫ് എന്ന് പറയുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു വൂൾഫ് ആയിരുന്നു. അപ്പൊ ആ വൂൾഫ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭൂമിയിലില്ല, അവര് അപ്രത്യക്ഷമായി പോയി. അപ്പൊ ആ ഡയർ വൂൾഫിന്റെ ജീൻസ് എടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു. ആ ജീനിൽ നിന്ന്, അതായത് അവരുടെ ഫോസിലുകൾ ലഭിച്ചിരുന്നു, ആ ഫോസിലിൽ നിന്ന് ജീൻ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് ആ ജീനിലൂടെ, അതായത് അവരുടെ ഫോസിലിൽ നിന്നും വേർതിരിച്ചെടുത്ത ജീനിൽ നിന്നും ആ ഡയർ വൂൾഫിനെ വീണ്ടും സൃഷ്ടിച്ചെടുത്തു. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചത് നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഉള്ള ഗ്രേ വൂൾഫാണ്. സാധാരണ ഇപ്പൊ കാണുന്ന ചെന്നായ എന്ന് പറയുന്നത് ഗ്രേ വൂൾഫാണ്. അപ്പൊ ആ ഗ്രേ വൂൾഫിന് ജീനിൽ എന്ത് ചെയ്തു? മാറ്റം വരുത്തി. ആരുടെ ജീൻ ഉപയോഗിച്ചിട്ടാണ് മാറ്റം വരുത്തിയത്? പണ്ടുണ്ടായിരുന്ന ഡയർ വൂൾഫിന്റെ ജീൻ ഉപയോഗിച്ചിട്ട് മാറ്റം വരുത്തി. അപ്പൊ അങ്ങനെ മാറ്റം വരുത്തിയിട്ട് ഡയർ വൂൾഫിന്റെ ജീൻ ഉപയോഗിച്ചിട്ട് ഗ്രേ വൂൾഫിൽ നിന്നും ആരെ സൃഷ്ടിച്ചെടുത്തു? ഡയർ വൂൾഫിന്. 3 ഡയർ വൂൾഫിന്റെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് വന്ന ഒരു ന്യൂസ് ആണ്, അതെല്ലാവരും ഒന്ന് നോക്കുക. അതായത് ഡയർ വൂൾഫിനെ ഏത് ടെക്നോളജിയിലൂടെ? ജീൻ എഡിറ്റിംഗിലൂടെ. അപ്പൊ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജീനിൽ ഡിസൈറബിൾ ചേഞ്ചസ്, ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്ന ടെക്നോളജിയെ വിളിക്കുന്ന പേരാണ് ജീൻ എഡിറ്റിംഗ്. അപ്പൊ അങ്ങനെ ജീൻ എഡിറ്റിംഗ്, അതുപോലെ തന്നെ ജീൻ ക്ലോണിംഗ് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. ക്ലോണിംഗ് എന്ന് പറയുന്നത് ഒരു ജീവിയെ പോലെ തന്നെ ഇരിക്കുന്ന ജീവിയെ എന്ത് ചെയ്യുക? സൃഷ്ടിച്ചെടുക്കുക. പുതിയതായിട്ടുണ്ടായ ജീവി എന്ന് പറയുന്നത് നമ്മുടെ ഏതിൽ നിന്നാണോ ആ ജീവിയെ സൃഷ്ടിച്ചത് ആ ജീവിയുടെ അതേ മോർഫോളജിക്കൽ ആൻഡ് ജെനറ്റിക്കൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് പേരൻസിന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും ആരെന്ന് പറയുന്നത് ആ ഉണ്ടായ ഓഫ്സ്പ്രിങ് അല്ലെങ്കിൽ സന്താനം. അപ്പൊ ആ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്ലോണിംഗ്. അപ്പൊ ഇങ്ങനെ ജീൻ എഡിറ്റിംഗ്, ജീൻ ക്ലോണിങ്ങിലൂടെയാണ് ആരെ സൃഷ്ടിച്ചെടുത്തത്? ഡയർ വൂൾഫിനെ സൃഷ്ടിച്ചെടുത്തത്. അപ്പൊ ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി വളരെ നല്ലൊരു കാര്യമാണ് അല്ലെ. ജീൻ എഡിറ്റിംഗിലൂടെ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. അതായത് ജെനറ്റിക് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ജനിതക രോഗങ്ങൾ, ഒരുപാട് ജനിതക രോഗങ്ങളൊക്കെ ഉണ്ട്. ആ ജനിതക രോഗങ്ങളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏത് ജീനിലാണോ തകരാറുള്ളത് ആ ജീനിനെ കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ജീനിൽ മാറ്റം വരുത്താനൊക്കെ പറ്റും. അപ്പൊ ആ ഒരു ട്രീറ്റ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ജീൻ തെറാപ്പി എന്ന് വിളിക്കും. അപ്പൊ ഈ ജീൻ തെറാപ്പി അല്ലെങ്കിൽ ജെനറ്റിക് ഡിസീസസിന്റെ ട്രീറ്റ്മെന്റ് നടത്തുന്നതിനും അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റിനും ഒക്കെ എന്ത് ഹെൽപ്പ് ചെയ്യും? ഈ ജീൻ എഡിറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. അത് മെഡിസിനൽ ഫീൽഡിലാണ്, ആരോഗ്യരംഗത്താണ്. ഇനി ഇത് കൂടാതെ അഗ്രികൾച്ചറൽ മേഖലയിലും ഗുണങ്ങളുണ്ട്. നമ്മുടെ കാർഷിക മേഖലയിൽ നമുക്ക് പെസ്റ്റ് റെസിസ്റ്റന്റ്, അതായത് കീട പ്രതിരോധ ശേഷിയുള്ളതും അതുപോലെ തന്നെ ഡിസീസ് റെസിസ്റ്റന്റ്, രോഗപ്രതിരോധ ശേഷിയുള്ളതുമായിട്ടുള്ള ഇനങ്ങളെ അല്ലെങ്കിൽ വിളകളെ സൃഷ്ടിച്ചെടുക്കാനും എന്ത് സഹായിക്കുന്നു? ജീൻ എഡിറ്റിംഗ് സഹായിക്കുന്നു. അപ്പൊ ഈ ജീൻ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടെക്നോളജി വളരെ നല്ല ഗുണമുള്ള ഒരു കാര്യമാണ് അല്ലേ. എന്താണ് ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ജീവിയുടെ ജീനിൽ മാറ്റം വരുത്തുന്ന പ്രക്രിയയാണ് എന്തെന്ന് വിളിക്കുന്നത്? ജീൻ എഡിറ്റിംഗ്. 2020 ജീൻ എഡിറ്റിംഗിലുള്ള ഒരു ടെക്നോളജി, അതാ CRISPR-Cas9 എന്ന് പറയുന്ന ടെക്നോളജി കണ്ടുപിടിച്ചതിന് എമ്മാനുവൽ കാർപെന്റിയർ, ജെന്നിഫർ എ ഡൗട്ന തുടങ്ങിയവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചു. ഇനി ഈ ജീൻ എഡിറ്റിംഗിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ജെനറ്റിക് ഡിസീസ് തെറാപ്പി അല്ലെങ്കിൽ ജനിതക രോഗങ്ങൾക്കുള്ള ചികിത്സ നടത്തുന്നതിനും അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെന്റ്, ക്യാൻസർ രോഗത്തിനുള്ള ചികിത്സയ്ക്കും സഹായിക്കുന്നു. ഇനി അഗ്രികൾച്ചറൽ ഫീൽഡ് അല്ലെങ്കിൽ കാർഷിക മേഖലയിലുള്ള ഗുണം എന്താണ്? ഡിസീസ് റെസിസ്റ്റന്റും അതുപോലെ തന്നെ പെസ്റ്റ് റെസിസ്റ്റന്റ് വെറൈറ്റീസിനെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. കീടങ്ങളെയും അതുപോലെ തന്നെ രോഗങ്ങളെയും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇനങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ നമുക്ക് ഏത് ടെക്നോളജിയിലൂടെ കഴിയും? ജീൻ എഡിറ്റിംഗിലൂടെ കഴിയും. ഇനി നമ്മളിപ്പോ ഇവിടെ ജീൻസ് എന്ന് പറഞ്ഞു. എന്തായാലും ജീനുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഘടകങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ജീൻസ്. അപ്പൊ ഈ ജീനിന്റെ ഒക്കെ ലൊക്കേഷൻ എവിടെയാണെന്നാണ് നമ്മൾ
ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ജീൻസ് എന്ന് പറയുന്നത് എവിടെയാണ്, നമ്മുടെ സെല്ലിന്റെ ന്യൂക്ലിയസിനകത്തിലുള്ള ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലികയിലാണ് ജീൻസ് കാണുന്നത് എന്ന് നമ്മൾ പഠിച്ചു ഇല്ലേ. ഇനി അതിന്റെ എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് പഠിക്കണം, അതെവിടെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഈ ജീനുകൾ എന്ന് പറയുന്നത് ഇരിക്കുന്നത് നമ്മുടെ DNA-യിലാണ്. എന്താണ് ഈ DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് 9th ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ഒരു ഏരിയ പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ അവിടെ നമ്മൾ ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പഠിച്ചായിരുന്നു. ന്യൂക്ലിക് ആസിഡുകൾ രണ്ടെണ്ണമാണുള്ളത്, DNA ആൻഡ് RNA. DNA-യിലും RNA-യിലും ഒക്കെ എന്ത് കാണും, ജീൻസ് അല്ലെങ്കിൽ ജീനുകൾ കാണും. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള ഹയർ ആനിമൽസ് അല്ലെങ്കിൽ ഉയർന്ന തരം ജീവികളിലൊക്കെ DNA-യിലാണ് എന്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, നമ്മളുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളായ ജീൻസ് അല്ലെങ്കിൽ ജീനുകൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, നമ്മളുടെ DNA-യുടെയോ അല്ലെങ്കിൽ ജീനിന്റെയോ എക്സാക്ട് ലൊക്കേഷൻ എവിടെയായിരിക്കും, നമ്മുടെ സെല്ല് ഇല്ലെ. സെല്ലിനകത്തിൽ എന്തുകൊണ്ട് ഒരു സെൻട്രൽ റീജിയൻ, കേന്ദ്രഭാഗമുണ്ട്, അതിനെ വിളിക്കുന്ന പേര് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനകത്തിൽ എന്തുകൊണ്ട് ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലികയുണ്ട് ഇല്ലേ. ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലിക നോർമൽ സെല്ലിൽ അങ്ങനെ ആ രൂപത്തിലായിരിക്കും കാണുന്നത്. പിന്നീട് സെൽ ഡിവിഷൻ അല്ലെങ്കിൽ കോശ വിഭജന സമയത്ത് ഈ ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലിക എന്ന് പറയുന്നത് ക്രോമസോം ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമ്മളുടെ ജീൻസിന്റെ ലൊക്കേഷൻ ആണ് പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ സെല്ലിനകത്തിലെ ന്യൂക്ലിയസിനകത്തുള്ള ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലികയിലാണ് ജീൻസ് ഉള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ക്രൊമാറ്റിൻ റെറ്റിക്കുലം അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ജാലിക സെൽ ഡിവിഷൻ, കോശ വിഭജനം, അതായത് നമ്മുടെ ബോഡിയിൽ വളർച്ചയൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ സെൽ ഡിവിഷൻ നടന്നിട്ടാണ് ഇല്ലേ. അപ്പൊ ആ സെൽ ഡിവിഷന്റെ ടൈം ആകുമ്പോഴത്തേക്ക് ക്രൊമാറ്റിൻ റെറ്റിക്കുലം എന്തായിട്ട് മാറും, ക്രോമസോംസ് ആയിട്ട് മാറും. ഓക്കെ, ഈ ക്രോമസോമിനകത്തിലാണ് ആര് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, DNA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ഒരു തരത്തിലുള്ള ന്യൂക്ലിക് ആസിഡ് ആണ്. അപ്പൊ ഈ ക്രോമസോമിനകത്തിൽ എന്തോ ഉണ്ട്, DNA ഉണ്ട്. DNA-ക്കകത്തിലാണ് ആരുള്ളത്, ജീൻസ് അല്ലെങ്കിൽ ജീനുകൾ ഉള്ളത്. അപ്പൊ നമ്മുടെ സ്വഭാവ സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളായിട്ടുള്ള ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എവിടെയാണ്, DNA-യിൽ. ഇനിയും ചിലയിനം വൈറസുകളിലൊക്കെ അവരുടെ ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് RNA-യിലായിരിക്കും. അപ്പൊ നമ്മളെ പോലെയുള്ള ഹയർ ഓർഗാനിസംസിൽ എവിടെയാണ് ജീൻസ് ഉള്ളത്, DNA-യിലാണ്. അപ്പൊ നമ്മുടെ ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്, ജീൻസ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ DNA ഇൻ ക്രോമസോംസ് ഇൻ സെൽ ന്യൂക്ലിയസ്. അതായത് സെല്ലിലെ ന്യൂക്ലിയസിലെ ക്രോമസോമിനുള്ളിലെ DNA-ക്കകത്തിലാണ് ജീൻസ് ഉള്ളത്. അപ്പൊ ഇനി നമുക്ക് നമ്മളിപ്പോ ഇവിടെ ജീൻസിന്റെയും അതുപോലെ തന്നെ DNA-യുടെ ലൊക്കേഷൻ പറഞ്ഞു അല്ലേ. എന്തായാലും ഇതെല്ലാം എവിടെയാണ്, നമ്മളെ പോലെയുള്ള ന്യൂക്ലിയസ് ഉള്ള ജീവികളിൽ ഇതെല്ലാം എവിടെയായിരിക്കും കാണുന്നത്, ന്യൂക്ലിയസിനുള്ളിലായിരിക്കും. സെൽ ന്യൂക്ലിയസിനുള്ളിലാണ്, കോശത്തിന്റെ ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോമിനകത്തിലെ DNA-ക്കുള്ളിലാണ് ആര് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്, ജീൻസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മളിപ്പം ജീൻസ് നമ്മുടെ സ്വഭാവങ്ങളെ നിയന്ത്രിക്കുന്ന ഫാക്ടേഴ്സ് ജീൻസ് ആണെന്ന് പറഞ്ഞു. ജീൻസ് ആണ് ഹെറിഡിറ്റിക്കും വേരിയേഷനും കാരണം അല്ലെ, പാരമ്പര്യത്തിനും വ്യതിയാനങ്ങൾക്കും കാരണം. ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ബ്രാഞ്ച് ജെനറ്റിക്സ് അല്ലെ. ജെനറ്റിക്സിന്റെ ഫാദർ ഗ്രിഗർ ജോഹാൻ മെൻഡൽ. ഇനി നമുക്ക് ഈ ഗ്രിഗർ ജോഹാൻ മെൻഡൽ, അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റും അദ്ദേഹത്തിന്റെ നിയമങ്ങളെ കുറിച്ചും ഒക്കെ നമുക്ക് ഈ പാഠത്തിന്റെ മധ്യഭാഗത്തായിട്ട് പഠിക്കാം. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് ജീൻ എഡിറ്റിംഗ് ആണ്. അപ്പൊ ജീൻ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീൻസിൽ ഡിസൈറബിൾ ചേഞ്ചസ് വരുത്തുന്ന ടെക്നോളജിയാണ്. അപ്പൊ ഈ ജീൻ എഡിറ്റിംഗ് ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ജീൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കണം വേണ്ടേ. അപ്പൊ ജീൻസ് എന്താണെന്ന് മനസ്സിലാകണം, ജെനറ്റിക്സ് എന്താണെന്ന് മനസ്സിലാകണം. അതിനു വേണ്ടിയിട്ടാണ് അതൊക്കെ ആദ്യം പറഞ്ഞത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് DNA കുറിച്ചാണ്. DNA കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. DNA എന്താണ്, DNA-യുടെ സ്ട്രക്ചർ, DNA-ക്ക് ആരാണ് സ്ട്രക്ചർ കൊണ്ടുവന്നത്, ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഇന്ന് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.